പള്ളിയിലേക്കാണ് കടക്കുമ്പോൾ ചെല്ലണത് വേണ്ടല്ലോ. അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിൽ കരീം വസുൽത്താനിൽ ഖദീമി മിനശ് ശൈത്താനിർ റജീം. അത് ചൊല്ലിയിട്ടാണ് ഒരാൾ പള്ളിയിലേക്ക് കയറണതെങ്കിൽ കാല ശൈത്താനു, ശൈത്താൻ പറയും ഉഫിദ മിന്നി സായിറൽ യൗം, ഇന്ന് ഫുള്ളായിട്ട് ഇവനെ എന്നെ തൊട്ട് കാത്തു രക്ഷിക്കപ്പെട്ടു പോയി എന്ന് ആര് പറയും? ശൈത്താൻ പറയും. പള്ളിയിൽ കയറും എന്ന് പറഞ്ഞാൽ അഊദു ബില്ലാഹിൽ അദീം, അദീമായ അള്ളാഹിനോട് ഞാൻ അഭയം തേടുന്നു, വസുൽത്താനിൽ ഖദീം, അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിൽ കരീം, അള്ളാഹുവിന്റെ ആദരണീയമായ അസ്തിത്വം കൊണ്ടും, വസുൽത്താനിൽ ഖദീം, അള്ളാഹുവിന്റെ ഖദീമായ ആധിപത്യം കൊണ്ടും ഞാൻ അഭയം തേടുന്നു, മിനശ് ശൈത്താനിർ റജീം, റജീമായ ശൈത്താനെ തൊട്ട് എന്ന് പറഞ്ഞിട്ട് പള്ളിക്ക് കയറിയാൽ ശൈത്താൻ പറയും ഹഫീദ, ഇവനെ കാത്ത് രക്ഷിക്കപ്പെട്ടു മിന്നി എന്നെ തൊട്ട് സായിറല്യവും, ഇന്നും ഫുൾ. പിന്നെ ശൈത്താന്റെ ഒരു പണിക്ക് പോകാൻ കിട്ടൂല അന്ന്. അത്രേ ഉള്ളൂ. ശൈത്താൻ എന്ന് പറഞ്ഞാൽ ഒരു സംഗതിനെ അള്ളാഹുത്തല പഠിച്ചിട്ട് നമ്മളെ അള്ളാഹുത്തല അങ്ങനെ പരാജയപ്പെടുത്തിയിട്ടൊന്നുമില്ല. നമുക്ക് അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമൊക്കെ അള്ളാഹുത്തല തന്നിട്ടുണ്ട്. ഇനി ഞങ്ങളോടും ചോദിക്കട്ടെ, ശൈത്താനെ തൊട്ട് രക്ഷ കിട്ടാനുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു പണിയുണ്ട്, ദിക്റുള്ളടത്ത് അടുക്കാൻ കഴിയൂല, ശൈത്താൻ അടുക്കാൻ കഴിയൂല. ഞാൻ ക്ലാസ്സിൽ എപ്പോഴും പറയണതാണ്. ശൈത്താൻ അങ്ങനെ മനസ്സിലെ മോന്ത ഫിറ്റ് ചെയ്ത് നമ്മൾ ദുർബോധനം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് അദക്കറല്ല ഹനസ, ദിക്ർ ചെല്ലുമ്പോഴൊക്കെ ശൈത്താൻ പിന്തിരിഞ്ഞു പോകും, നിൽക്കാൻ കഴിയൂല. വൈദാ ഖഫല, ദിക്റിൽ നിന്ന് അശ്രദ്ധമാകുമ്പോൾ ഇൽത്തഖമ കൽബഹു, ആ ഹൃദയം പിശാചിന്റെ ആധിപത്യത്തിലാവും.